ഇന്ത്യയിലെ അഗ്നിപർവ്വതജന്യ ദ്വീപ് നമുക്കറിയാം, ബാരൻ ദ്വീപാണ് എന്നറിയാം അല്ലെ. ബാരൻ ദ്വീപ് ഇന്ത്യയിലെ അവശിഷ്ട പർവ്വതം ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയുന്നത്? വൈറസ് ഏതാണ്? ക്യാൻസറിന്റെ വൈറസ് ഓങ്കോ വൈറസ്. ക്യാൻസർ ദിനം എന്നാണ് പറയേണ്ടത് ആലപ്പുഴയിലാണ്. നീലംപേരൂർ പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യ ഓർമ്മയാണ്, തെറ്റിപ്പോരുതേ. ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് ഭാഷയിലാ? നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. പോലീസ് പരീക്ഷയ്ക്ക് അടുത്ത് കഴിഞ്ഞു. പോലീസും LDC പരീക്ഷയുടെയും ഡേറ്റ് വന്നു. പോലീസ് അടുത്ത മാസമാണ് പരീക്ഷ അല്ലെ. ജൂലൈ മാസത്തിൽ നിങ്ങളുടെ പരീക്ഷ എത്തി കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ജൂലൈയിലല്ല, ജൂൺ മാസത്തിൽ ആ ഒരു രീതിക്ക് അനുസരിച്ച് മാക്സിമം ശ്രദ്ധിച്ച് ഹാളിൽ ഇരുന്ന് എഴുതാവും. ചിലപ്പോൾ ചോദ്യം ടഫ് ആണെങ്കിൽ അറിയാവുന്നത് മാത്രം എഴുതിയിട്ട് വരിക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, കട്ട് ഓഫ് ഒന്നും വലിയ ഉയരത്തില്ല. ചിലവരും ഒരിക്കും ഇപ്പോഴത്തെ രീതിക്ക് ഭയങ്കര കട്ട് ഓഫ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങളുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എല്ലാവരും പഠിക്കുകയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ക്വസ്റ്റ്യൻ നിലവാരം പരീക്ഷാ ഹാളിൽ ഇരുന്ന് നോക്കണം. പരീക്ഷാ ഹാളിൽ ആരും കേൾക്കാത്ത ക്വസ്റ്റ്യൻ, എല്ലാം ടഫ് ചോദ്യം, അല്ലെങ്കിൽ അത്രയും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ, അത്രയും ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഒരു ഒത്തിരി പാട് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് താഴും. നിങ്ങൾ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ പോലെ തന്നെ ചിന്തിക്കുന്നവർ തന്നെ എല്ലാവരും. അപ്പോൾ നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം ചെയ്ത് തീർക്കുക. ആദ്യം എഴുതി തീർത്തതിന് ശേഷം ആത്മവിശ്വാസത്തോടെ ഞാൻ ഇത്രയും കറക്റ്റ് ശരി മേടിച്ചിട്ടുണ്ട്, കറക്റ്റ് ഒരുവിധം കറക്റ്റ്. പിന്നെ രണ്ടെണ്ണം വരുന്ന 50-50 ചാൻസ് ഉള്ളത് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് ചെയ്യാൻ കഴിയും. 4 അറിഞ്ഞുകൂടാത്തതാണെങ്കിൽ എഴുതാൻ നിൽക്കേണ്ട. ഒട്ടും അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ കറക്കി കുത്തിയുള്ള മാർക്ക് പോകണ്ട. രണ്ടെണ്ണം വരുന്നത് കുറച്ചൊക്കെ 50-50 ചാൻസിൽ എടുത്ത് ചെയ്യാൻ നോക്കുക. ഓരോരുത്തരോടും പറയാണ്, ഇനി ഒരു മാസം സമയമുണ്ട്. ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടോപ്പിക്ക് ഭരണഘടന നല്ലോണം നോക്കുക. ഭരണഘടന, അതുപോലെ മനുഷ്യാവകാശം, വിവരാവകാശ കമ്മീഷൻസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം കൊടുക്കുക. കറണ്ട് അഫേഴ്സ്, ബയോളജി നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറെ സെക്ഷനുകൾ ഉണ്ടല്ലോ. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി എന്ന് ചോദ്യം വരാം. 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ നിന്ന് നല്ല ചോദ്യങ്ങൾ കയറി വരാം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ലോഹമഹായുധങ്ങളുണ്ടല്ലോ, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. അതായത് കഴിഞ്ഞ ആഴ്ച ഒരു NCA കാറ്റഗറിക്കാർക്ക് എനിക്ക് ഒരു LD ക്ലർക്ക് പരീക്ഷ നടന്നായിരുന്നു. വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ചോദ്യ പേപ്പറാണ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലോ അത് നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ അത് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ കഴിയും. ഹാളിൽ ഇരുന്ന് ഇപ്പൊ എന്നെ പോലെ ഒരു വ്യക്തിക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളെ പോലെ വ്യക്തികൾ ഹാളിൽ ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് പറയാം, വിശ്വാസത്തോടെ പഠിക്കുക. ഈ ഒരു മാസം ഇനി എത്ര ടഫ് ആയിക്കോട്ടെ, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് OMR ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് കുറവ്, അതൊന്നൊന്നുമില്ല. നിങ്ങൾ അവസാന നിമിഷം വരെ പഠിച്ചു നോക്കേ, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടും. കറക്റ്റ് കട്ട് ഓഫിനേക്കാൾ ഒരു 10 മാർക്കെങ്കിലും മുന്നോട്ട് വെക്കണം. നമുക്ക് 100 അല്ലല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ജോലി കിട്ടേണ്ട ഒരു മാർക്കാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിലൊന്നും നിങ്ങൾക്ക് ചിലപ്പം നല്ല മാർക്ക് കാണത്തില്ലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല ടെൻഷനായി കാണും. അതൊന്നും നോക്കണ്ട, മാക്സിമം പഠിക്കുക. നിങ്ങളെ കയ്യിലിരിക്കുന്ന നോട്ടുകൾ മാക്സിമം കവർ ചെയ്യുക. സിലബസ് അനുസരിച്ച് ഒന്നും കൂടെ റിവിഷൻ നടത്തുക. യൂറോപ്യന്മാരുടെ വരവ്, കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, അവയുടെ വർഷങ്ങൾ, പ്രധാനപ്പെട്ട നവോത്ഥാന നായകർ, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൃതികൾ അല്ലെ, കേരളത്തിലെ നവോത്ഥാന നായകർ, അതുപോലെ നമ്മുടെ കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, അവയുടെ വർഷങ്ങൾ, കടക്കൽ പ്രക്ഷോഭം അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. രാജാക്കന്മാരുടെ എന്തെങ്കിലും പ്രത്യേകതകൾ, അവരുടെ പരിഷ്കാരങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ ഇന്ത്യയിൽ എടുക്കുമ്പോഴും അതുപോലെ 1857 റിവോൾട്ട്, അതുപോലെ INC 1905 മുതൽ 47 വരെയുള്ള കാര്യങ്ങൾ, സ്വാതന്ത്ര്യ സമര പത്രങ്ങൾ, അതുപോലെ 10ാം ക്ലാസ്സിൽ സ്കൂൾ ടെസ്റ്റിൽ ഏറ്റവും നല്ല കുറെ പോയിന്റുകൾ കിടപ്പുണ്ട്. അതും ഒന്ന് നോക്കിയാലും മതി. 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെസ്റ്റിലെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറെ നല്ല പോയിന്റ്, അതിൽ നിന്നൊക്കെ തന്നെ ആവർത്തിക്കുന്നത്, അതും ഒക്കെ ഒന്ന് ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹിസ്റ്ററി ലെവൽ. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും നല്ലോണം കവർ ചെയ്യുക. ലോകർ ജോഗ്രഫിന്ന് കയറി വരാം. ഇപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അല്ലെങ്കിൽ സമുദ്രങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ശിലകളുണ്ടല്ലോ, ശിലകൾ, കാറ്റുകൾ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. കാറ്റുകളെ കുറിച്ചും ഒക്കെ ഒന്ന് പഠിക്കുന്നത്, ശിലകൾ, കാറ്റുകൾ, സമുദ്രങ്ങൾ, അന്തരീക്ഷ പാളികൾ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചുകൊണ്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ഇന്ത്യൻ ജോഗ്രഫി നല്ലോണം ശ്രദ്ധിക്കുക. ഇന്ത്യൻ ജോഗ്രഫി, ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, അതുപോലെ ട്രോപ്പോ ഷീറ്റുകൾ ഉണ്ടല്ലോ, ഷീറ്റുകൾ, ധരാതലീയ ഭൂപടങ്ങൾ, ആ ഒരു ഭാഗം നൽകുക. അതുപോലെ ആണവ നിലയങ്ങള്, അതുപോലെ കായലുകൾ, നദികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ജോഗ്രഫിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഭരണഘടനയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിയമനിർമ്മാണ സഭ, നമ്മുടെ മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ആമുഖം, പൗരത്വം, ഇതിനാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അത് പഠിച്ച് തീർന്നതിന് ശേഷം രാഷ്ട്രപതിമാർ, അവരുടെ പ്രത്യേക രാഷ്ട്രപതിമാർക്കുള്ള ആർട്ടിക്കിളുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നോക്കുക. പഞ്ചായത്ത് രാജ് നല്ലവണ്ണം പഠിച്ചു തരാം. പഞ്ചായത്ത് രാജും നഗരപാലിക
ധനകാര്യ ബില്ല് നല്ലോണം. പിന്നെ ലിസ്റ്റുകളെ കുറിച്ച് നല്ലോണം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ലിസ്റ്റുകൾ എവിടെ, പിന്നെ കടമെടുത്ത ആശയങ്ങളുണ്ടല്ലോ, കടമെടുത്തത്, അതൊക്കെ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിലായിട്ടൊക്കെ ചേർക്കാൻ പറ്റുന്നത്. കടമെടുത്ത ആശയങ്ങൾ, ലിസ്റ്റുകൾ, ലോക്പാല്, ലോകായുക്ത എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ വിവരാവകാശം, മനുഷ്യാവകാശം, പട്ടികജാതി, വനിതാ കമ്മീഷൻ, പട്ടികവർഗം, അങ്ങനെയുള്ള കുറെ കമ്മീഷൻസ് ഉണ്ടല്ലോ, അതും ഒന്ന് കൂടുതൽ. അറ്റോർണി ജനറൽ, ധനകാര്യ, ഇലക്ഷൻ കമ്മീഷൻ വേണമെങ്കിൽ ഒന്ന് പഠിച്ചേരെ. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് നല്ല ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഈ മേഖലകൾ പഠിക്കണം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, പഞ്ചവത്സര പദ്ധതി, നീതി ആയോഗ്, ആസൂത്രണ കമ്മീഷൻ. അതുപോലെ ഈ നീതി ആയോഗിന്റെ പ്രത്യേകതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ബാങ്ക് റേറ്റ്, റിവേഴ്സ് റേറ്റ്, റിപ്പോ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊന്ന് പഠിച്ചേക്കണം. GDP, GNP ഒന്ന് വായിച്ചിട്ട്, പിന്നെ GST ഒന്ന് പഠിക്കുക. GST ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പറ്റുന്ന ആ ഒരു ലെവലിൽ പഠിച്ചു പോവുക. പിന്നെ കലാകായികം, ശാസ്ത്രം, ഈ കായികത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഈ അപ്ഡേറ്റ് ആയിട്ടുള്ള ഏഷ്യൻ ഗെയിംസോ കോമൺവെൽത്ത് ഗെയിംസോ ഒളിമ്പിക്സിലെ മെഡലുകളും ഇന്ത്യക്കാര്, കേരളക്കാരുടെ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കേട്ടോ, നോബൽ സമ്മാനങ്ങളെല്ലാം ഒന്ന് പഠിച്ചിട്ട് പോണേ. ഓരോന്നനുസരിച്ച് ഞാൻ പറയാം. ഇത് ഞാൻ കുറച്ച് ക്വസ്റ്റിന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതാ. നിങ്ങൾക്ക് പറ്റുന്നതാണോ ഒന്ന് നോക്കുക. റിവിഷനുമായിട്ട് നമുക്കൊന്ന് റിവിഷൻ നടത്താം. പോലീസ് പരീക്ഷ വരെ കുറച്ച് റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് തരികയാണ്. മാക്സിമം പഠിച്ചു വരിക. നമുക്ക് റിവിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പൊ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് കുറേശ്ശെ ഒരു 5 പേജോ 10 പേജോ വീതം ഒരു ദിവസം വായിച്ചു വിടുക, റിവിഷൻ നടത്തുക. വിവരാവകാശവും പോക്സോ ആക്ടും ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതിലുള്ളതാണ്. ഓക്കെ, അപ്പൊ വിശ്വാസം ഉണ്ടായിരുന്നാൽ മതിയുടെ. വിശ്വസിക്കുകയും ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്താൽ വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ജോലിയുള്ളവരോട് പറയുന്നത്, ജോലിക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി സമയം നല്ലവണ്ണം ശ്രദ്ധിക്കുക കേട്ടോ. കിട്ടും, ധൈര്യമായിട്ടിരിക്കുക. വേറെ ഒന്നും നോക്കണ്ട. നിങ്ങളെപ്പോലുള്ളവർക്ക് തന്നെയാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പൊ വേറെ ചിന്തിച്ചു കൂട്ടി ഇനി അവസാനം എനിക്ക് ടെൻഷൻ അടിക്കുന്നു എന്ന് പറയണ്ട. ടെൻഷൻ ഒന്നും വരരുത്. ടെൻഷൻ വന്നാൽ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ ടെൻഷൻ എന്ന ചോദ്യം പറഞ്ഞുകൊണ്ട് വീണ്ടും പഠിച്ചു തുടങ്ങുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കെ. ഒന്നാമത്തെ ചോദ്യം ഞാൻ എഴുതിയിരിക്കുന്ന നോക്കെ. പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ല് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ വിളിക്കുന്ന പേരെന്തെന്ന്? നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ വിളിക്കുന്ന പേരെന്താന്നാ ചോദിച്ചിരിക്കുന്നത്. പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ല് നിരസിക്കാനുള്ളത്. എത്ര ബില്ലുകളുണ്ട് രാഷ്ട്രപതിയുടെ അധികാരത്തിലേക്ക് വിടുന്നത്? പോക്കറ്റ് വീറ്റോ ഉണ്ട്, അബ്സല്യൂട്ട് വീറ്റോ ഉണ്ട്, സസ്പെൻസീവ് വീറ്റോ ഉണ്ട്. അതിൽ ഏതാണ് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ വിളിക്കുന്ന പേര് എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് എന്നതാണ്. ഓക്കെ, അപ്പോൾ 3 വീറ്റോകളാണ് രാഷ്ട്രപതിക്ക് അധികാരങ്ങളുള്ളത്. 3 തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളുണ്ട്. ഏതൊക്കെയാ? 1 പോക്കറ്റ് വീറ്റോ ഉണ്ട് രാഷ്ട്രപതിക്ക്, 2 അബ്സല്യൂട്ട് വീറ്റോ ഉണ്ട്, 3 സസ്പെൻസീവ് വീറ്റോ ഉണ്ട്. അല്ലെ, ഇതില് ഓരോന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ? രാഷ്ട്രപതിക്ക് അനുമതിക്ക് അയക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. കണ്ടോ, തടഞ്ഞു വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം പോക്കറ്റ് വീറ്റോ. രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ ഏതാണ്? പോക്കറ്റ് വീറ്റോ. അപ്പൊ നമ്മുടെ ഉത്തരം പോക്കറ്റ് വീറ്റോ അല്ല എന്ന് മനസ്സിലായി. ഇനി എന്താണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ? അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത് കിടക്കുന്നുണ്ടോ സസ്പെൻസീവ് വീറ്റോ. ഒരു ബില്ല് പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഒരു ബില്ല് പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ ഏത് വിളിക്കാം? സസ്പെൻസീവ് വീറ്റോ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം ഏതാണ്? പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ല് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ ഏത് വിളിക്കാം? അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ഇതിൽ പോക്കറ്റ് വീറ്റോ ആണ് ഒരു രാഷ്ട്രപതി പ്രയോഗിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരായിരുന്നു? 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല് പ്രകാരം ഗ്യാനി സെയിൽ സിംഗ് ആണ് പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത്. എന്താണ് പോക്കറ്റ് വീറ്റോ? അനുമതിക്ക് അയക്കുന്ന ബില്ലുകൾ തടഞ്ഞു വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച ഒരേ ഒരു രാഷ്ട്രപതി ആരാ? ഗ്യാനി സെയിൽ സിംഗ്. ഏതായിരുന്നു ആ ബില്ല്? 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല് എന്നതായിരുന്നു. അല്ലെ, എന്താണ് വീറ്റോ എന്ന പദത്തിന് അർത്ഥം? എന്താ? ഞാൻ വിലക്കുന്നു. വീറ്റോ എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഞാൻ വിലക്കുന്നു എന്നതാണ് വീറ്റോ എന്ന പദത്തിന് അർത്ഥം. വീറ്റോയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്നറിയാമോ? വീറ്റോ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 111 ആണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ വീറ്റോ ലാറ്റിൻ പദത്തിൽ നിന്നാണ്. റിട്ടുകൾ ലാറ്റിൻ പദത്തിൽ നിന്നാണ്, വീറ്റോ ലാറ്റിൻ
പദത്തിൽ നിന്നാണ് കേട്ടോ. വീറ്റോ എന്ന പദം ഏത് പദം? ലാറ്റിൻ പദമാണ്. വീറ്റോ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 11 വീറ്റോ അധികാരത്തെ കുറിച്ച്. വീറ്റോ എന്ന ലാറ്റിൻ പദത്തിന് അർത്ഥം എന്താണ്? ഞാൻ വിലക്കുന്നു എന്നതായിരുന്നു. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ രാഷ്ട്രപതിയെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതി രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസിനും ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും നമ്മുടെ രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതി രാജിക്കത്ത് കൊടുക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ്? കാലാവധി 5 വർഷമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരവും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി ചുമതലകൾ നിർവഹിക്കേണ്ടത്. ഇന്ത്യൻ പൗരനാവണം. രാഷ്ട്രപതിക്ക് എത്ര വയസ്സ് പൂർത്തീകരിക്കണം? 35 വയസ്സ് പൂർത്തീകരിക്കണം. രാഷ്ട്രപതി ആകണമെങ്കിൽ 35. ആരാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്? ഒരു ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ആർട്ടിക്കിൾ 54 പ്രകാരം ഒരു ഇലക്ട്രൽ കോളേജ് ആരാ? രാജ്യസഭയിലെയും ലോകസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. നോമിനേറ്റ് വരരുത്, കാരണം നോമിനേറ്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണല്ലോ രാജ്യസഭയിലേക്ക്. അപ്പൊ രാജ്യസഭയിലെയും ലോകസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ആരെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയെ നിയമിക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായി ഇരിക്കേണ്ടത് ആര്? ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഇരിക്കേണ്ടത് ആരെന്ന് ചോദിച്ചാൽ ലോകസഭയുടെ സെക്രട്ടറി ജനറലോ രാജ്യസഭാ സെക്രട്ടറി ജനറലോ ആയിരിക്കണം. അപ്പൊ രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? ലോകസഭാ സെക്രട്ടറി ജനറലോ രാജ്യസഭയുടെ സെക്രട്ടറി ജനറലോ ആണ്. ആരാണ് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? അത് ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ ഇലക്ഷൻ നടത്തുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം പച്ചയാണ്. ബാലറ്റ് പേപ്പറിന്റെ നിറം എന്താണ്? പച്ചയാണ്. നിയമസഭാ അംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം പിങ്ക് നിറമാണ്. പിങ്ക് നിറം, തെറ്റിപ്പോരുത്. അപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ വരണോടെ? ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതിൽ പാർലമെന്റായ ലോകസഭയിലെ അംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം എന്താണ്? അത് പച്ചയാണ്. നിയമസഭാ അംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം എന്താണ്? പിങ്ക് നിറമാണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയാണ്, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം വഴിയാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയുള്ള ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ മറന്നുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയായിരിക്കും. തർക്കങ്ങൾ പരിഹരിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? സുപ്രീം കോടതിയായിരിക്കും. ഒരു രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനകം പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം. ഒരു രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനകം പുതിയ രാഷ്ട്രപതി ഇടണം. അത് പുതിയ കാലയളവിൽ തെരഞ്ഞെടുക്കേണ്ടത് 6 മാസമാണ് എന്ന് ഓർക്കുക. ഇത്രയാണ് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഒരു രാഷ്ട്രപതിയാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ ഇവർക്ക് 3 പേർക്കും 35 വയസ്സാണ്. ലോകസഭയ്ക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 25 വയസ്സും രാജ്യസഭയ്ക്ക് 30 വയസ്സും. ലോകസഭ, സംസ്ഥാന നിയമസഭ ഇവർക്കെല്ലാം 25 വയസ്സാണ്. രാജ്യസഭയ്ക്ക് 30 വയസ്സായിരുന്നു അല്ലെ? രാജ്യസഭ സ്ഥിരം സഭയാണോ? ആണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. പക്ഷെ രാജ്യസഭ അംഗങ്ങൾ 6 വർഷം കൂടുമ്പോൾ പിന്മാറണം. അത്രയാണ്, ഒന്ന് നോക്കുക. പിന്നെ രാഷ്ട്രപതിയുടെ ആർട്ടിക്കിളുകളൊക്കെ പഠിച്ചു വെച്ചിരിക്കണേ. രാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര പേരെ നാമനിർദ്ദേശം ചെയ്യാം? രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് 12 പേരെയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. 12 പേരെ നാമനിർദ്ദേശം. രാഷ്ട്രപതിയുടെ ആർട്ടിക്കിളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 52 ആണ്. രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 52 ആണ്. അതായത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ്, രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരനാണ്, സർവ്വ സൈന്യാധിപനാണ് എന്നൊക്കെ രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 52 ആണ്. ആർട്ടിക്കിൾ 53 എന്ന് പറയുന്നത് രാഷ്ട്രപതി പ്രതിരോധ സേനകളുടെ പരമാധികാരി ആകുന്നു എന്നുള്ളതാണ്. ഭരണ അധികാരത്തെ കുറിച്ചൊക്കെ പറയുന്നതാണ് 53. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 54. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുക്കുന്ന രീതിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 55. തെരഞ്ഞെടുപ്പ് 54, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതി 55. രാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ച് പറയുന്നത് 56. വീണ്ടും രാഷ്ട്രപതിയാകാനുള്ള ശുപാർശയെ കുറിച്ച് പറയുന്നത് 57 ആണ്. വീണ്ടും രാഷ്ട്രപതി 57. അടുത്ത 58 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള യോഗ്യത
വ്യവസ്ഥകൾ എന്തൊക്കെ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 58 ആണ്. രാഷ്ട്രപതിയുടെ സ്ഥാനം സംബന്ധിച്ച വ്യവസ്ഥകൾ എന്തൊക്കെ എന്ന് പറയുന്നത് 59. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ വ്യവസ്ഥകളുണ്ടല്ലോ, സ്ഥാനാരോഹണം, അതൊക്കെ 60 ആണ്. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ, രാഷ്ട്രപതിയെ പുറത്താക്കൽ നടപടി, ഇംപീച്ച്മെന്റ് ഉണ്ടല്ലോ, രാഷ്ട്രപതിയെ പുറത്താക്കൽ നടപടി, അത് ആർട്ടിക്കിൾ 61 ആണ്. ഇംപീച്ച്മെന്റ് നടപടി എത്രയാണ്? ആർട്ടിക്കിൾ 61 ആണ്. രാഷ്ട്രപതി ഒഴിവിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പാണ് 62 എന്ന് പറയുന്നത്. വീണ്ടും തെരഞ്ഞെടുപ്പ് ഏതാണ്? 62 എന്ന് പറയുന്നത്. ഓക്കെ, കുറ്റവാളികൾക്ക് പൊതുമാപ്പ് കൊടുക്കുന്നത് എത്രയാണ്? 72 ആണ്. 72. വീറ്റോ പവർ എത്രയാണ്? രാഷ്ട്രപതിയുടെ വീറ്റോ പവർ 111. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് എത്രയാണ്? 123. രാഷ്ട്രപതിയുടെ ഓർഡിനൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രയാണ്? 123 ആണ്. അത് എത്രയെന്ന് ഓർത്ത് വെച്ചിരിക്കണേ പരീക്ഷയ്ക്ക്. അപ്പൊ ഇംപീച്ച്മെന്റ് മറന്നു പോരുത്, ഇംപീച്ച്മെന്റ് 61 ആണ്. രാഷ്ട്രപതിമാർ മൊത്തത്തിൽ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഓക്കെ, ഇന്ത്യയുടെ രാഷ്ട്രപതിമാരെ കുറിച്ചൊക്കെ പറയാൻ പോയ ഒത്തിരി ഉണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയിൽ നടക്കുന്ന അത്തച്ചമയം അല്ലെ, അത്തച്ചമയ ആഘോഷം നടക്കുന്നത് ഏത് രാജാവിന്റെ ഐതിഹാസിക വിജയത്തെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് അത്തച്ചമയം എന്ന് പറയുന്നത്? തൃപ്പൂണിത്തറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത് എവിടെയാ? തൃപ്പൂണിത്തറ. കേരളത്തിന്റെ പൈതൃക നഗരമല്ലേ ഇവിടെ തൃപ്പൂണിത്തറ എന്ന് പറയുന്നത്? ആണ്. തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് പൈതൃക നഗരമാണ്. സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള തൃപ്പൂണിത്തറയിൽ നടക്കുന്ന, ഏത് ജില്ലയിലെ തൃപ്പൂണിത്തറ? എറണാകുളം. അപ്പൊ ഗസ് ചെയ്യാം 4 ഓപ്ഷന്. മൈസൂർ രാജാവ് വരത്തില്ല, തിരുവിതാംകൂർ രാജാവ് വരത്തില്ല, കോഴിക്കോട് സാമൂതിരി വരത്തില്ല. ഏത് രാജാവിന്റെ ഐതിഹാസിക സമരമാണ്? കൊച്ചി രാജാവിന്റെയാണ് തൃപ്പൂണിത്തറയിൽ നടക്കുന്ന അത്തച്ചമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ലോഹ കണ്ണാടികൾ നിർമ്മിക്കുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ലോഹ കണ്ണാടികൾ ആറന്മുളയിലാണ്. സുഗതകുമാരിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാലും ആറന്മുള അല്ലെ. ആറന്മുള ഏതായിരുന്നു സുഗതകുമാരിയുടേത്? ആറന്മുളയിലാണ് സുഗതകുമാരിയുടെ. വാഴുവേലിൽ തറവാട് എന്ന് പറയുന്നത്. സുഗതകുമാരിയുടെ 2-3 പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറഞ്ഞ് മുത്തുച്ചിപ്പി, പാതിരാമണൽ, രാത്രിമഴ അല്ലെ. മുത്തുച്ചിപ്പി, പാതിരാമണൽ, രാത്രിമഴ, അതുപോലെ കുറിഞ്ഞിപ്പൂക്കൾ, ഇതൊക്കെ അമ്പലമണി, ഇതൊക്കെ നമ്മുടെ സുഗതകുമാരിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് കേട്ടോ. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി അമ്പലമണിയാണ് കേട്ടോ. വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി അമ്പലമണിയും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സുഗതകുമാരിക്ക് നേടിക്കൊടുത്തത് പാതിരാപ്പൂക്കളും. കേരള സാഹിത്യ അക്കാദമി പാതിരാപ്പൂക്കളും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് രാത്രിമഴയ്ക്കുമാണ്. അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ. സുഗതകുമാരിക്ക് പ്രധാന അവാർഡ് കിട്ടിയ 4 കൃതികൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി രാത്രിമഴ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി പാതിരാപ്പൂക്കൾ. വയലാർ അവാർഡ് കിട്ടിയ കൃതി അമ്പലമണി. ഇനി സുഗതകുമാരിക്ക് നമ്മുടെ സരസ്വതി സമ്മാനം ലഭിച്ചായിരുന്നല്ലോ. സരസ്വതി സമ്മാനം ലഭിച്ച കൃതി ഏതെന്ന് വെച്ചാൽ മണലെഴുത്താണ്. സുഗതകുമാരിക്ക് സരസ്വതി സമ്മാനം ലഭിച്ച കൃതി ഏതാണ്? മണലെഴുത്ത് ആണ് സുഗതകുമാരിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത്. അപ്പൊ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന ഐതിഹാസിക അത്തച്ചമയ ഘോഷയാത്ര കൊച്ചി രാജാവിന്റെ വിജയവുമായി ബന്ധപ്പെടുന്നു. അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഉത്തരം കൊച്ചി രാജാവ്. 3ാമത്തെ, വിന്ധ്യ സത്പുര പർവ്വതനിര ഏത് പർവ്വതത്തിന് ഉദാഹരണമാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ. കണ്ഠപർവ്വതമാണോ, മടക്ക് പർവ്വതമാണോ, അവശിഷ്ട പർവ്വതമാണോ, അഗ്നിപർവ്വതമാണോ എന്ന്? ഇന്ത്യയിലെ അഗ്നിപർവ്വതജന്യ ദ്വീപ് നമുക്കറിയാം, ബാരൻ ദ്വീപാണ് എന്നറിയാം അല്ലെ. ബാരൻ ദ്വീപ് ഇന്ത്യയിലെ. അവശിഷ്ട പർവ്വതം ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയുന്നത്? അവശിഷ്ട പർവ്വതം ആരവല്ലി പർവ്വതനിര അവശിഷ്ട പർവ്വതമാണ് അല്ലെ. ആദ്യം ഈ ആരവല്ലി മടക്ക് പർവ്വതമായിരുന്നു. ഈ മടക്ക് പർവ്വതത്തിൽ നിന്നാണ് ആരവല്ലി പിന്നീട് എന്തായത്? അവശിഷ്ട പർവ്വതമായത്. മടക്ക് പർവ്വതത്തിന് ഉദാഹരണം ഒന്ന് ഓർത്ത് നോക്കെ. മടക്ക് പർവ്വതം ഹിമാലയ. ലോകത്തിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങളെല്ലാം മടക്ക് പർവ്വതങ്ങളാണ് അല്ലെ. ഈ ആൻഡീസ് പർവ്വതനിര, അപ്പലേച്ചിയൻ പർവ്വതനിര, അതൊക്കെ പറയത്തില്ലേ, അതൊക്കെ. അപ്പൊ മടക്ക് പർവ്വതം ഹിമാലയത്തിന് ഉദാഹരണം പറയാം. അപ്പൊ വിന്ധ്യ സത്പുര പർവ്വതനിര ഏത് ഉദാഹരണം പറയാണ്? ഖണ്ഡപർവ്വതത്തിനാണ് ഉദാഹരണം. നമ്മുടെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം ഒക്കെ ഏതിന് ഉദാഹരണം പറയാടെ? പശ്ചിമഘട്ടം എന്താണ്? പരീക്ഷയ്ക്ക് യോഗ്യനാണ്. അപ്പൊ ഉത്തരം ഏതായിരുന്നത്? ഖണ്ഡപർവ്വതം നമ്മൾ പഠിച്ചു. ഖണ്ഡപർവ്വതം ഏതായിരുന്നു? അതായത് വിന്ധ്യ സത്പുര പർവ്വതനിര ഖണ്ഡപർവ്വതമാണ്. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി എന്ന് വിളിക്കുന്നു. ഓറോളജി. പർവ്വത രൂപീകരണ പ്രക്രിയ ഓറോജനിയാണ്. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി, പർവ്വത രൂപീകരണ പ്രക്രിയയാണ് ഓറോജനി. പർവ്വത ദിനം ഡിസംബർ 11. തെറ്റിപ്പോരുത്. പർവ്വത ദിനം എന്നാണ് ഡിസംബർ 11 പർവ്വത ദിനം എന്ന് വിളിക്കുന്നത്. നവംബർ 11 വിദ്യാഭ്യാസ ദിനം. പർവ്വത ദിനം ഡിസംബർ 11.
300 മീറ്ററിൽ അധികം ഉയരമുള്ള പ്രദേശങ്ങളാണ് പർവ്വതം. 300 മീറ്ററിൽ അധികം. അപ്പം ഭ്രാന്ത പ്രദേശങ്ങളുമായിട്ടുള്ള ആപേക്ഷിക ഉയരം 300 മീറ്ററിൽ താഴെയാണെങ്കിൽ ആ പ്രദേശം കുന്ന് എന്നാ വിളിക്കേണ്ടത്. അപ്പൊ 300 മീറ്ററിൽ താഴെയാണെങ്കിൽ കുന്നും, 300 മീറ്ററിൽ മുകളിലാണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാണ്? പർവ്വതം എന്ന് വിളിക്കാം. എന്നാണ് പർവ്വത ദിനം? ഡിസംബർ 11 പർവ്വത ദിനം. ഉത്ഭവത്തെ അടിസ്ഥാനമാക്കി പർവ്വതങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. വിവർത്തനിക പർവ്വതം അഥവാ ടെക്നോണിക് പർവ്വതങ്ങൾ എന്നാണ് ഒന്നാമത്തെ. വിവർത്തനിക പർവ്വതം അഥവാ ടെക്നോണിക് പർവ്വതം എന്ന് വിളിക്കുന്നുണ്ട്. വിവർത്തനിക പർവ്വതം അഥവാ ടെക്നോണിക് പർവ്വതം എന്ന് വിളിക്കുന്നുണ്ട്. രണ്ടാമത്തെ അവശിഷ്ട പർവ്വതങ്ങളാണ്. ഭൂമിക്ക് അകത്ത് കിടക്കുന്ന ആന്തരിക ഭൗമ പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൂമുഖത്ത് രൂപം കൊള്ളുന്ന പർവ്വതങ്ങളാണ് വിവർത്തനിക പർവ്വതം അഥവാ ടെക്നോണിക് പർവ്വതം എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും അഗ്നിപർവ്വതം, മടക്ക് പർവ്വതം, ഭ്രംശപർവ്വതം, അർദ്ധഗോള രൂപ പർവ്വതം, ഇതെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? ടെക്നോണിക് പർവ്വതത്തിന് ഉദാഹരണങ്ങളായിട്ട് പറയാം. ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്. ആരവല്ലി രൂപം കൊള്ളുമ്പോൾ മടക്ക് പർവ്വതം, ഇത് ശ്രദ്ധിച്ചോണേ, ഇപ്പോൾ ഒരു അവശിഷ്ട പർവ്വതമാണ്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഏത് പർവ്വതമാണെന്ന് ചോദിച്ചാൽ അവശിഷ്ട പർവ്വതമാണ്. ബാരൻ ദ്വീപ് ഏത് പർവ്വതമാണെന്ന് ചോദിച്ചാൽ അഗ്നിപർവ്വതമാണ്. ബാരൻ ദ്വീപ് ഏത് പർവ്വതമാണ്? അഗ്നിപർവ്വതമാണ്. അപ്പൊ ഹിമാലയം മടക്ക് പർവ്വതമാണ്. ആരവല്ലി രൂപം കൊള്ളുമ്പോൾ മടക്ക് പർവ്വതവും ഇപ്പോൾ ഒരു അവശിഷ്ട പർവ്വതമാണ്. പശ്ചിമഘട്ടം പൂർവ്വഘട്ട അവശിഷ്ട പർവ്വതമാണ്. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ, വിന്ധ്യ സത്പുരം ഏത് പർവ്വതത്തിന് ഉദാഹരണം? ഖണ്ഡപർവ്വതമാണ്. ബാരൻ ദ്വീപ് സജീവ അഗ്നിപർവ്വതം ആണ്, അതൊന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ഡേറ്റ പ്രോഗ്രാമുകൾ നശിപ്പിക്കുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് എന്ന് പറയുന്നത്. നല്ലൊരു IT ആക്ടിൽ നിന്ന് ഒരെണ്ണം ഉറപ്പാണ് നിങ്ങൾക്ക്. അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ, ഹാക്കിംഗ് അല്ലേ, ഹാക്ക് ചെയ്യുകയിലൂടെ അത് ഹാക്കിംഗ് എത്രയാണ്? സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 66. ഹാക്കിംഗ് എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ 66. നമുക്ക് ഓരോന്നൊന്ന് നോക്കാം. സെക്ഷൻ 66A ഇപ്പൊ ഇല്ല. സെക്ഷൻ 60 ഹാക്കിങ്ങിന്റെ ശിക്ഷ കണ്ടോ? 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ അനുവദിക്കും. അതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. സെക്ഷൻ 66. സെക്ഷൻ 66B ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണമാണ് കേട്ടോ. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം നമ്മൾ പഠിച്ചിട്ടില്ലേ? കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളോ കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും വിവരങ്ങളോ നശിപ്പിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യുന്നതാണ് സൈബർ വാണ്ടലിസം എന്ന് വിളിക്കുന്നത് അല്ലേ? സൈബർ വാണ്ടലിസം ഇലക്ട്രോണിക് ഉപകരണ മോഷണമാണ് സെക്ഷൻ 66B. 66C എന്താണ് നോക്കേ? സെക്ഷൻ 66C വ്യക്തി വിവര മോഷണം. വെരി വെരി ഇമ്പോർട്ടൻസ്. വ്യക്തി വിവര മോഷണം 66C. 66D എന്താണ്? ആൾമാറാട്ടം. ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകളോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ച് കള്ളത്തരം നടത്തുന്നതല്ലേ? സെക്ഷൻ 66D പ്രകാരം കുറ്റമാണ് ആൾമാറാട്ടം നടത്തുക. സെക്ഷൻ 66E മറന്നുപോരുത്, സ്വകാര്യത അപകരണം, വയലേഷൻ ഓഫ് പ്രൈവസി, തെറ്റിപ്പോരുത്. സെക്ഷൻ 66E ആണ്. 66F നല്ലൊരു ക്വസ്റ്റ്യനാ. സൈബർ ഭീകരവാദം, സൈബർ ടെററിസം, രാജ്യത്തിന്റെ ഏകത, പരമാധികാരം, സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യയിലൂടെയുള്ള പ്രവർത്തനമാണ് സൈബർ ഭീകരവാദം. അപ്പൊ സെക്ഷൻ 66B ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം, സെക്ഷൻ 66C വ്യക്തിവിവര മോഷണം, സെക്ഷൻ 66D ആൾമാറാട്ടം നടത്തുക, സെക്ഷൻ 66E സ്വകാര്യതയിലുള്ള സ്വകാര്യത അപകരണം, സെക്ഷൻ 66F സൈബർ ഭീകരവാദം. ഇനി സെക്ഷൻ 67Aയും Bയും ഇല്ലേ? പോണോഗ്രാഫി 67 ആണെങ്കിൽ ചൈൽഡ് പോണോഗ്രാഫി അല്ലേ? കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതാണ് 67B. സാധാ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും കളക്ട് ചെയ്യുന്നതുമായ കുറ്റം സെക്ഷൻ 67Aയും ആണ്. അപ്പൊ പോണോഗ്രാഫി ഏതൊക്കെയാ? 67Aയും 67Bയും. തെറ്റിപ്പോരുത്. ചൈൽഡ് പോണോഗ്രാഫി ചോദിച്ചാൽ 67B ആണ് ഉത്തരമായിട്ട് പറയുന്നത്. അത് നല്ലൊരു ചോദ്യമായിരുന്നു, അത് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, അനീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അനീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആ 4 ഓപ്ഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് കിട്ടും. കൊബാൾട്ട് 60 ആണോ, സോഡിയം 24 ആണോ, അയഡിൻ 131 ആണോ, അയൺ 59 ആണോ? അനീമിയ ചികിത്സയ്ക്ക് ഏതാണ്? ആ പേരിലൂടെ കിട്ടും. അനീമിയ എന്ന് പറയുമ്പോൾ ഇരുമ്പല്ലിയുടെ, അപ്പൊ ഇരുമ്പ് 59. ഉത്തരം ഏതാണ്? ഇരുമ്പ് 59. ബാക്കി 3 ഐസോടോപ്പുകൾ. കൊബാൾട്ട് 60, സോഡിയം 24, അയഡിൻ 131 ഒക്കെ ഐസോടോപ്പാ. എന്തിനാ ഉപയോഗിക്കുന്നത്? കൊബാൾട്ട് 16 PSC പരീക്ഷയ്ക്ക് ചോദിച്ചു മടുത്തു. ഏതായിരുന്നു കൊബാൾട്ട് 16? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കൊബാൾട്ട് 60. ആൻജിയോഗ്രാമിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാ? ആൻജിയോഗ്രാം
ആൻജിയോഗ്രാം ചെയ്യത്തിലൂടെ നമുക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കുക, ആൻജിയോഗ്രാം ചെയ്യാറില്ലേ? ആൻജിയോഗ്രാം ഉപയോഗിക്കുന്നത് സോഡിയം 24. ഹൈപ്പർ തൈറോയിഡ് ചികിത്സ, ഹൈപ്പർ തൈറോയിഡ് ചികിത്സയ്ക്ക് അയഡിൻ 131. കിഡ്നി സ്കാനിങ് നടത്തില്ലേ? കിഡ്നി സ്കാനിങ് അത് മെർക്കുറി 197. കിഡ്നി സ്കാനിങ് ഏതാണ്? മെർക്കുറി 197. ലുക്കീമിയ ചികിത്സയ്ക്ക് ഗോൾഡ് 198. ലുക്കീമിയ ചികിത്സയ്ക്ക് ഏതാണ്? ഗോൾഡ് 198 ആണ് ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. തെറ്റിപ്പോരുത്. അപ്പൊ ക്യാൻസർ ചികിത്സയ്ക്ക് കൊബാൾട്ട് 16 ആണ് അല്ലേ? ക്യാൻസറിന്റെ വൈറസ് ഏതാണ്? ക്യാൻസറിന്റെ വൈറസ് ഓങ്കോ വൈറസ്. ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4 ആണ് ക്യാൻസർ ദിനം എന്ന് പറയുന്നത്. ഓങ്കോ വൈറസ് ആണ് ക്യാൻസറിന് കാരണമാകുന്നത്. ക്യാൻസർ നിർണയം ടെസ്റ്റ് ചെയ്ത ബയോപ്സിക്ക് അയച്ചു എന്നല്ലേ പറയുന്നത്? ക്യാൻസർ നിർണയം. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നല്ലൊരു ചോദ്യമാണ് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ടത് പാപ്സ്മിയർ ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് വെച്ചിട്ടുണ്ട്. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ. പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്ത ഗർഭാശയ ക്യാൻസർ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരെണ്ണമാണ് ഈ സ്തനാർബുദത്തിന് ചോദിച്ചിട്ടുണ്ട്. മാമോഗ്രാഫി ടെസ്റ്റ്. സ്തനാർബുദം മാമോഗ്രാഫിയും പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ ആണ് അല്ലെ? അപ്പൊ ക്യാൻസർ, ബയോപ്സി, ക്യാൻസർ ബാക്കി എടുത്തു ചോദിച്ചാൽ അങ്ങനെ പറയണം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് കൊബാൾട്ട് 60 ആണ്. കൊബാൾട്ട് 60. അനീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് അയൺ 59 ആണ്. അയൺ 59. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യം, പ്രസവ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ വകുപ്പേത്? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഭരണഘടനയുടെ വകുപ്പ് ഏത്? നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യവും പ്രസവ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നത് നിർദ്ദേശക തത്വങ്ങളിലല്ലേ? 4 ഓപ്ഷനും നിർദ്ദേശകത്വം. 38 ആണോ, 38D ആണോ, 41 ആണോ, 42 ആണോ? അതിനു മുമ്പ് നിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെയാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു? അയർലൻഡിൽ നിന്നും കടമെടുത്തു. ഭരണഘടനയുടെ എത്രാം ഭാഗം? 4-ാം ഭാഗത്ത് നിന്നാണ് ഭരണഘടനയുടെ 4-ാം ഭാഗം. നിർദ്ദേശക തത്വങ്ങൾ ക്ഷേമരാഷ്ട്രമാക്കുകയല്ലേ? ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കുക, ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നീ ആശയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിർദ്ദേശ തത്വങ്ങളാണ്. അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങളിലല്ലേ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ കുറിച്ച് പറയുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ കുറിച്ച് പറയുന്നതും മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ഈ നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമാണോ? അല്ല, നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ആർട്ടിക്കിൾ ഏത് പ്രകാരമാണ് അങ്ങനെ പറയുന്നത്? ആർട്ടിക്കിൾ 37 പ്രകാരമാണ് ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 38 ഏതാണ്? 36 മുതൽ 51 വരെയാണ്. ആർട്ടിക്കിൾ 38 ഏതാണ്? 38 ആണ് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നത്. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആർട്ടിക്കിൾ ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാക്കുന്നതാണ് ആർട്ടിക്കിൾ 38 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 39D പരീക്ഷയ്ക്ക് ചോദിക്കാറില്ലേ? എന്താണ് 39D? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം അല്ലെ? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 39D എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 40 എന്താണ്? ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്ത്. ആർട്ടിക്കിൾ 40 ആണ് ഗ്രാമപഞ്ചായത്ത് രൂപീകരണം. ആർട്ടിക്കിൾ 41 എന്താണെന്ന് ചോദിച്ചിട്ടില്ലേ? ആർട്ടിക്കിൾ 41 ജോലി ചെയ്യുന്നതിനുള്ള അവകാശം. ആർട്ടിക്കിൾ 41 എന്താണ്? ജോലി ചെയ്യുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 41. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 37. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന സാമൂഹ്യ പ്രകടനത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 38. ആർട്ടിക്കിൾ 39D പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പറഞ്ഞു. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. ആർട്ടിക്കിൾ 40 തെറ്റരുത്, ഗ്രാമപഞ്ചായത്ത് രൂപീകരണം. ആർട്ടിക്കിൾ 41 തെറ്റരുത്, ഏതാണ്? 41 ജോലി ചെയ്യുന്നതിനുള്ള അവകാശത്തെ കുറിച്ച്. ആർട്ടിക്കിൾ 42 ആണ് നമ്മുടെ ഉത്തരം. നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 42 ആണ്. ഇനി ആർട്ടിക്കിൾ 43 വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ആർട്ടിക്കിൾ 43? തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 43 ആണ്. 43A എടുത്തു ചോദിക്കും. 43A യും
43 ബിയും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. 43A എന്താണെന്നറിയാമോ? വ്യവസായശാലകളുടെ നടത്തിപ്പിന് തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാണ് 43A. വ്യവസായശാലകളുടെ നടത്തിപ്പിന് തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാ? 43A. 43B എന്താണ്? സഹകരണ സംഘങ്ങളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ടതാണ് 43B എന്ന് പറയുന്നത്. സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. തെറ്റിപ്പോരുതേ. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ 44 എല്ലാവർക്കും അറിയാം, ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാ? ഗോവയാണ്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 45 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ആണ്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 45 ആണ് അല്ലെ. ആർട്ടിക്കിൾ 46 എന്താണ്? 46 പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പുവരുത്തുന്ന നയരൂപീകരണ വ്യവസ്ഥകൾ. കേട്ടോ, പട്ടികജാതി പട്ടികവർഗ മറ്റ് ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി ഏതാ? ആർട്ടിക്കിൾ 46. 47 ഏതാണ്? 47 ലഹരി പദാർത്ഥങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 47 ആണ്. ലഹരി പദാർത്ഥങ്ങൾ അതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ. അടുത്തത് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിളിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യന്. മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിളിക്കുന്നത് ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അതുപോലെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഇടയിൽ തർക്കം വന്നാൽ മൗലികാവകാശമാണ് നിലനിൽക്കും എന്ന് വിധിച്ച കേസ് ഏത്? തർക്കം വന്നാൽ മൗലികാവകാശമാണ് നിലനിൽക്കും എന്ന് പറഞ്ഞത് 1951 ചമ്പകദുരൈ രാജൻ കേസാണ്. ഏതായിരുന്നു? ചമ്പകദുരൈ രാജൻ കേസ്. ഇനി നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ ആകില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് 67 ഗോലഖ്നാഥ് കേസാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ ആകില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? 1967 ഗോലഖ്നാഥ് കേസാണ്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് നിർദ്ദേശക തത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിയാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതും നിർദ്ദേശക തത്വങ്ങളിലാണ്. അതും ശരി തന്നെയാണ്. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ മാർഗനിർദ്ദേശ തത്വങ്ങളെ തിരിച്ചിരിക്കുന്നു. കറക്റ്റ് ആണോ? ആണ്. അത്രയും മനസ്സിലാവുമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി നോക്കാം. ദത്തവകാശ നിരോധന നിയമം ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആരാണ് നടപ്പിലാക്കിയത്? ഡൽഹൌസി പ്രഭു. ഏത് വർഷം? 1848. ശരിയാണ്. ആദ്യമായി പിടിച്ചടക്കിയ നാട്ടുരാജ്യം സറ്റാറ, അവസാനമായി പിടിച്ചടക്കിയ നാട്ടുരാജ്യം ഔദ്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ആദ്യമായി പിടിച്ചടക്കിയ നാട്ടുരാജ്യം സറ്റാറ, അവസാനം പിടിച്ചടക്കിയ നാട്ടുരാജ്യം ഏതാണ്? ഔദ്. ആരാണ് നടപ്പിലാക്കിയത്? ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നത് ഡൽഹൌസി ആണല്ലോ അല്ലെ. 1853 റെയിൽവേ കൊണ്ടുവന്നു. 1854 ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാ കാർട്ടയായ വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാ കാർട്ടയായ വുഡ്സ് ഡെസ്പാച്ച്. അതുപോലെ ഹിന്ദു വിധവ പുനർവിവാഹം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു ആണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത് ഡൽഹൌസിയാണ്. ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹൌസി എന്ന ഗവർണർ ജനറൽ ആണ്. അപ്പം ഒന്നാമത്തെ ശരി തന്നെയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ വർഷം 1848 ഡൽഹൌസി പ്രഭു. അടുത്ത പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണാക്കുലാർ പ്രസ് ആക്ട് 1878 ലിട്ടൺ പ്രഭു ആണെന്ന്. ശരിയാണോ? ആണ്. 1878 ലിട്ടൺ പ്രഭു. സ്കൂൾ ടെസ്റ്റിൽ ഉള്ളതാണ് അല്ലെ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭു. 1878. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് റിപ്പൺ പ്രഭു ആണ്. 1882. ശരിയാണോ? ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യയുടെ ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു അല്ലേ. എന്തുകൊണ്ട്? ഫാക്ടറി നിയമം, ഔദ്യോഗിക സെൻസസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ, പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? റിപ്പൺ പ്രഭു. ഔദ്യോഗിക സെൻസസ് എടുത്തത് ആരാ? റിപ്പൺ പ്രഭു. ഏത് വർഷം ഔദ്യോഗിക സെൻസസ്? 1881
ഔദ്യോഗിക സെൻസസ് എടുത്തത്? റിപ്പൺ പ്രഭു. ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. അടുത്ത ഓക്കെ, മിന്റോ മോർലി ഭരണപരിഷ്കാരം 1909. മിന്റോ സെക്കൻഡ്. ആളിനെ ശരിയാണ്, പക്ഷെ വർഷം തെറ്റിപ്പോയി. 19 ആണോ? മിന്റോ മോർലി ഭരണപരിഷ്കാരം 1909 ആണ് അല്ലെ? അപ്പൊ അത് തെറ്റി. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് 1919 വരേണ്ടത്. മിന്റോ മോർലി ഭരണപരിഷ്കാരം 1909. മിന്റോ സെക്കൻഡ് ആണ് അല്ലെ? മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം അനുവദിച്ച പരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം അനുവദിച്ച പരിഷ്കാരം ഏതാണ്? മിന്റോ മോർലി ഭരണപരിഷ്കാരം 1909. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം. ഏതായിരുന്നു വൈസ്രോയി? മിന്റോ സെക്കൻഡ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം. നിങ്ങളോട് ചോദിക്കും പ്രവിശ്യകളിൽ പ്രത്യേക സംവരണം അനുവദിച്ചത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അത് 1919. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അത് ചെംസ്ഫോർഡ് പ്രഭുവാണ് ആ സമയത്ത്. അപ്പൊ ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി, പ്രാദേശിക ഭാഷാപത്ര നിയമം ലിട്ടൺ പ്രഭു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഔദ്യോഗിക സെൻസസും റിപ്പൺ പ്രഭു. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് അത് ലില്ലിത്കോ പ്രഭു ആണ്. ലില്ലിത്കോ പ്രഭു. അതുപോലെ 1-ാം വട്ടമേശ സമ്മേളനത്തിൽ ഇർവിൻ പ്രഭു. 2-3 വട്ടമേശ സമ്മേളനത്തില് വെല്ലിംഗ്ടൺ പ്രഭു. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ റീഡിംഗ് പ്രഭു. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ആരാ? റീഡിംഗ് പ്രഭു. INC രൂപീകരിക്കുമ്പോൾ ആരായിരുന്നു? INC രൂപീകരിക്കുമ്പോൾ ഡഫറിൻ പ്രഭു. INC രൂപീകരണ സമയത്ത് ആരായിരുന്നത്? ഡഫറിൻ പ്രഭു. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആരായിരുന്നു? 1-ാം സ്വാതന്ത്ര്യ സമരം ക്യാനിങ് പ്രഭു ആണ്. 1-ാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ക്യാനിങ് പ്രഭു. ബംഗാൾ വിഭജനം നടക്കുമ്പോഴോ കട്സൺ പ്രഭു. ബംഗാൾ വിഭജന സമയത്ത് കട്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത് കാർഡിഞ്ച് സെക്കൻഡ്. 1-ാം സ്വാതന്ത്ര്യ സമര സമയത്ത് ക്യാനിങ് പ്രഭു. കിട്ടുമല്ലോ? ആ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളൊന്ന് നോക്കിയിട്ട് പോകണേ. അതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നതിൽ ഏത് ജില്ലയിലാണ് ആര്യന്മാല നാടകം എന്ന നാടോടി കലാരൂപം അരങ്ങേറുന്നത്? ആര്യന്മാല നാടകം എന്ന നാടോടി കലാരൂപം അരങ്ങേറുന്നത് ഏത് ജില്ലയിലാണെന്ന് അല്ലെ? തിരുവനന്തപുരത്ത് ഏത് നാടകമായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കാക്കാരശി നാടകം അല്ലെ? കാക്കാരശി നാടകം എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ ഒരു കലാരൂപമല്ലേ പടയണി എന്ന് പറയുന്നത്? പടയണി എന്ന് പറയുന്നത് പത്തനംതിട്ട. അതുപോലെ മുടിയേറ്റും പത്തനംതിട്ടയിലുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങളിലെ അനുഷ്ഠാന കലയിൽ മുടിയേറ്റ് എന്ന് പറയുന്നത് 2010 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. പടയണി പത്തനംതിട്ടയിലെ കടമനിട്ട ഓതറ അല്ലെ? കടമനിട്ട ഓതറ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി എന്ന് പറയുന്നത്. നീലംപേരൂർ പടയണി എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആലപ്പുഴയിലാണ്. നീലംപേരൂർ പടയണി. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഓർമ്മ വേണേ, തെറ്റിപ്പോരുതേ. തപ്പ്. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? തപ്പ്. പ്രധാനപ്പെട്ട ഒരു പടയണി കോലമാണ് ഭൈരവിക്കോലം. ഭൈരവിക്കോലം, മർദാക്കോലം, മാടൻ കോലം, ഇതൊക്കെ ഏതെന്ന് ചോദിച്ചാൽ പടയണി കോലങ്ങളാണ് അല്ലെ? ചൂട്ടുവയ്പ്പാണ്. ചൂട്ടുവയ്പ്പ് എന്ന് കേട്ടിട്ടില്ലേ? ചൂട്ടുവയ്പ്പാണ്. അതിൽ ആദ്യ അവതരണത്തിലെ അവതരണത്തിലെ ആദ്യ ചടങ്ങിനെ വിളിക്കുന്ന പേര്. പടയണിയിലെ ആദ്യ ചടങ്ങ് ചൂട്ടുവയ്പ്പ് എന്ന് വിളിക്കാറുണ്ട്. കാച്ചികെട്ടാണ് അവതരണത്തിലെ ആദ്യം പാടുന്ന ആ പാട്ടിലെ അവതരണത്തിലെ ആദ്യ ചടങ്ങ് കാച്ചികെട്ട്. ചൂട്ടുവയ്പ്പ് പടയണിയുടെ ആദ്യ ചടങ്ങിനെ, ആദ്യ ദിവസത്തെ ചടങ്ങിനെ ചൂട്ടുവയ്പ്പ് എന്നറിയപ്പെടുന്നു. ഓക്കെ, പിന്നെ പാലക്കാട് ജില്ലയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മീനാക്ഷി കല്യാണം എന്ന ആചാരം എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? പാലക്കാടാണ്. പൊറാട്ട് നാടകം എന്ന ആചാരം എവിടെയാണ്? പാലക്കാടാണ്. മീനാക്ഷി കല്യാണം, പൊറാട്ട് നാടകമൊക്കെ എവിടെയാണ്? പാലക്കാടാണ്. ഈ പാലക്കാട് തന്നെയാണ് ആര്യമാല നാടകം. വെരി വെരി ഇമ്പോർട്ടന്റ്. ആര്യമാല നാടകം അതായത് പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു നാടോടി കലാരൂപമാണ്. പ്രധാനമായിട്ടും പാലക്കാട് ചിറ്റൂർ, തത്തമംഗലം, എലവഞ്ചേരി, നെന്മാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രധാന നാടക രൂപമാണ് ആര്യന്മാല നാടകം എന്ന് പറയുന്നത്. തമിഴ് സംഗീത നാടക പാരമ്പര്യത്തിൽ നിന്നും ചിട്ടപ്പെടുത്തിയ ഒരു കലാരൂപമാണ് ആര്യന്മാല നാടകം. പാണ സമുദായക്കാരാണ് ഇത് അവതരിപ്പിക്കുന്നത്. ആരായിരുന്നു? പാണ സമുദായക്കാരാണ് ഇത് അവതരിപ്പിക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ ആര്യന്മാല നാടകം, പൊറാട്ട് നാടകം, മീനാക്ഷി കല്യാണം ഇതൊക്കെ എവിടെയാണ്? കന്യാർകളിയും പാലക്കാടാണ്. കന്യാർകളി. കുതിരകളി എവിടെയാ? കുതിരകളി മലപ്പുറത്താണ്. കുതിരകളി മലപ്പുറം. വേലകളി ആലപ്പുഴ ജില്ലയിലാണ്. അർജുന നൃത്തം കോട്ടയത്തും ആലപ്പുഴയിലും ഉണ്ട്. അർജുന നൃത്തം എവിടെയുണ്ട്? കോട്ടയം, ആലപ്പുഴയിലുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാവുമെന്ന്? ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങ് വർദ്ധിക്കും കേട്ടോ. 4 മടങ്ങാവും. രണ്ട് വസ്തുക്കളുടെ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ
ഇരട്ടിയാക്കിയാൽ ഏതാണ് 4 മടങ്ങ് വെക്കുക. ദൂരം ഇരട്ടിയാക്കിയാലോ 1/4 ആയി മടങ്ങും, 1/4 ആകും. മറന്നു പോരുതേ, ദൂരം ഇരട്ടിയാക്കിയാൽ 1/4, ദൂരം പകുതിയാക്കിയാൽ എത്ര ആവും? 4 മടങ്ങ് ആവും. പകുതിയാക്കിയാൽ 4 മടങ്ങാകും കേട്ടോ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പിണ്ഡം ഇരട്ടിയാക്കിയാലോ ആ ആകർഷണ ബലം 4 മടങ്ങാവും. അതും ആകർഷണ ബലം. അപ്പം പിണ്ഡം ഇരട്ടിയായാലും 4 മടങ്ങ്, മറ്റേത് പകുതിയാക്കിയാൽ ഏതായിരുന്നടെ? പകുതിയാക്കിയാൽ ഗുരുത്വാകർഷണ ബലം 4 മടങ്ങ്. ഇതൊക്കെ സയൻസിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 2 മടങ്ങ് ആകുന്നു. പഠിച്ചു വെച്ചിരിക്കണേ, ആ പോയിന്റ് 4 പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ 2024-25 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം ഓരോ വിഭാഗത്തിലുള്ള സർക്കാർ ചെലവ് താഴെ തന്നിരിക്കുന്നു. അതിൽ പട്ടികയിൽ നിന്നും നോക്കിയിട്ട് ശരിയായത് ഏത് എന്ന് നോക്കാം. പട്ടികയിൽ ഈ വർഷത്തെ 2024-25 കേന്ദ്ര ബജറ്റ് നടപ്പിലാക്കിയതിൽ ചെലവ് ഇങ്ങനെയുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ. അപ്പൊ ചെലവ് പ്രതിരോധത്തിന് എത്ര ചെലവാണ് മാറ്റിവെച്ചത്? 8%. ശരിയാണ്. സബ്സിഡി എത്ര ശതമാനം? 6%. സബ്സിഡികൾക്ക് വേണ്ടി 6% മാറ്റിവെച്ചു സർക്കാർ ചെലവ്. പലിശ അടവ് 20%, പെൻഷൻ 4%, കേന്ദ്ര പദ്ധതികൾ 16%. കേന്ദ്ര പദ്ധതികൾ എത്രയാണ്? 16 പദ്ധതികൾ. കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾ 8%, സംസ്ഥാന തീരുവ നികുതി വിഹിതം 20%, ഫിനാൻസ് കമ്മീഷനും മറ്റും ട്രാൻസ്ഫറുകൾ 8%, മറ്റു ചെലവുകൾക്ക് 10%. എല്ലാം ശരിയാണ്. അത് ഇത്രയൊന്നും എഴുതി പഠിച്ചു വെച്ചിരിക്കണേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരെണ്ണം ചിലപ്പം മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചിലവർ ഇതൊക്കെ GK അല്ല എന്നും പറഞ്ഞ് കളയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് നോക്കുക. ബജറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കഴിഞ്ഞ 2023 ഈ ഒരു മോഡൽ ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 24 ഈ അടുത്ത കാലത്ത് ആയതുകൊണ്ട് ഞാൻ ആ കൂടുതൽ അതിന് ഇമ്പോർട്ടന്റ് തന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. 24 ബജറ്റിന്റെ സർക്കാർ ചെലവ് ഇനി വരുന്ന വേറെണ്ണം ഉണ്ട്, വരുന്നതും ഉണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു 10 ചോദ്യമുള്ളൂ. ഒത്തിരി സമയം നിങ്ങൾക്ക് എടുത്താൽ നിങ്ങളുടെ പഠിത്തം പോകത്തില്ല. അപ്പം ഓർത്ത് വെച്ചിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളിയാണ്. ജനഗണമനയും വന്ദേമാതരവും ബംഗാളി ഭാഷയിലാണ്. സാരേ ജഹാം സേ അച്ഛ ഉറുദു ഭാഷയിലാണ്. സാരേ ജഹാം സേ അച്ഛ ഉറുദു ഭാഷയിലാണ്. കാശ്മീരിന്റെയും പാകിസ്ഥാന്റെയും ഔദ്യോഗിക ഭാഷ ഉറുദു ആണ്. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു ആണ്. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന ഭാഷ, രാജസദസ്സിലെ ഭാഷ, പട്ടാള ക്യാമ്പിലെ ഭാഷ എന്നൊക്കെ അറിയപ്പെടപ്പെടുന്നത് ഉറുദു ആണ്. അല്ലെ? എത്ര ക്ലാസിക്കൽ ഭാഷ ഉണ്ട്? നമുക്ക് 6 ക്ലാസിക്കൽ ഭാഷകൾ ഉണ്ട് അല്ലെ? ആദ്യ ക്ലാസിക്കൽ ഭാഷ ഏതാണ്? ആദ്യ ക്ലാസിക്കൽ ഭാഷ തമിഴാണ്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. മലയാളം ഏറ്റവും അവസാനം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് ഒഡിയയ്ക്കാണ്. ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് ഭാഷയിലാണ്? അത് ഗുജറാത്തി ഭാഷയിലാണ്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗുജറാത്തി ഭാഷ. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റ് ഏത് ഭാഷയിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയില്. ബംഗാൾ ഗസറ്റ് ഏത് ഭാഷയിൽ? ഇംഗ്ലീഷ് ഭാഷയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാ? ബംഗാൾ ഗസറ്റ്. ഏത് വർഷമാ ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയത്? 1780 ജനുവരി 29. അതുകൊണ്ടാണ് ജനുവരി 29 ഇന്ത്യൻ പത്രദിനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ജനുവരി 29 ഏത് ദിനം? ഇന്ത്യൻ പത്രദിനം. ജനുവരി 30 ഏത് ദിനം? കുഷ്ഠരോഗ ദിനം. ജനുവരി 30 കുഷ്ഠരോഗ ദിനം. ജനുവരി 23 ഏത് ദിനം? ദേശീയ പരാക്രം ദിവസ്. ദേശീയ പരാക്രം ദിവസ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ജനുവരി 23 ദേശീയ പരാക്രം ദിവസമായിട്ട് പറയുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ മറ്റൊരു പേര് എന്താ? മാഡിബ അല്ലെ? മാഡിബ അല്ല, സുഭാഷ് ചന്ദ്രബോസിന്റെ മറ്റൊരു പേര് ഓർലാൻഡ മസാട്ട. ഓർലാൻഡ മസാട്ട ജർമ്മനിയിൽ കഴിഞ്ഞിരുന്നപ്പോൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സുഭാഷ് ചന്ദ്രബോസ്. ഓർലാൻഡ മസാട്ട. സുഭാഷ് ചന്ദ്രബോസ് INC-യിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഏതാണ്? INC-യുടെ തെരഞ്ഞെടുപ്പിൽ 1939 ത്രിപുരി സമ്മേളനം. 52ാം സമ്മേളനമാണ്. 1939 ത്രിപുരി സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ച് ജയിച്ചു. എതിരാളി ആരായിരുന്നു? പട്ടാഭി സീതാരാമായ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC-യുടെ പ്രസിഡന്റ് ആരാണ്? അത് JB കൃപലാനി. 1947 മീററ്റ് സെക്ഷൻ ആണ്. സ്വാതന്ത്ര്യാനന്തരം ആദ്യത്തെ INC-യുടെ പ്രസിഡന്റ് ആരാണ്? 1948 സ്വാതന്ത്ര്യാനന്തരം ആദ്യത്തെ INC-യുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ 1948 പട്ടാഭി സീതാരാമയ്യ. ജയ്പൂർ സെക്ഷൻ ആണ് അല്ലെ? സോഷ്യലിസം അംഗീകരിച്ച INC-യുടെ സമ്മേളനം എന്നാ? സോഷ്യലിസം അംഗീകരിച്ചത് 1955 ആവടി കോൺഗ്രസ് സമ്മേളനം. UN ഡേബർ. കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ച INC-യുടെ സമ്മേളനം ഏതാ? 1923 കാക്കിനാട സമ്മേളനമായിരുന്നു അല്ലെ? ഐത്തോച്ചാടന പ്രമേയമൊക്കെ TK മാധവൻ പാസാക്കിയത് 1923
കാക്കിനാട സമ്മേളനമല്ലയുടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതെന്ന് വെച്ചാൽ ചിൽക്ക തടാകം. എവിടെയാ ചിൽക്ക തടാകം? ഒഡീഷയിലാണ് അല്ലെ, ഒഡീഷയിലാണ് ചിൽക്ക തടാകം. പാരദീപ് തുറമുഖവും ഒഡീഷയിലല്ലേ? ആണ്. ഹിരാക്കുഡ് അണക്കെട്ട് ഒഡീഷയിലല്ലേ? ആണ്. ഹിരാക്കുഡ് അണക്കെട്ട്, പാരദീപ് തുറമുഖം, ചിൽക്ക തടാകം ഒക്കെ ഒഡീഷയിലായിരുന്നു അല്ലെ. ഈ ചിൽക്ക തടാകത്തിലല്ലേ ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, പക്ഷികളുടെ ദ്വീപൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ചിൽക്ക തടാകത്തിലല്ലേ. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? അതെവിടെയെന്ന് ചോദിച്ചാൽ ഊളാർ തടാകം, ജമ്മു കാശ്മീരിലാണ്. ഊളാർ തടാകം ശുദ്ധജല തടാകം. ജമ്മു കാശ്മീരിൽ തന്നെ വേറൊരെണ്ണം ഉണ്ട്, ദാൽ തടാകം. ദാൽ തടാകം എവിടെയെന്ന് ചോദിച്ചാലും ജമ്മു കാശ്മീരിലാണ്. അതായത് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാറുണ്ട് ദാൽ തടാകവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമായ തടാകമാണ് ദാൽ തടാകം. വൈഫൈ സൗകര്യം ഏർപ്പെടുത്തിയ ആദ്യ തടാകമാണ് ദാൽ തടാകം എന്ന് പറയുന്നത്. ഇനി ഈ ഒഴുകുന്ന ദേശീയ പാർക്കായി കെയ്ബുൾ ലഞ്ചാവോ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്, മണിപ്പൂരിലാണ്. പൂക്കോട് കെയ്ബുൾ ലഞ്ചാവോ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒഴുകുന്ന പൂന്തോട്ടമായ കെയ്ബുൾ ലഞ്ചാവോ സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകം? മണിപ്പൂരിലെ ഏത് തടാകം? ലോക്താക് തടാകം. മണിപ്പൂരിലെ ഏത് തടാകം? ലോക്താക് തടാകം. മണിപ്പൂരിലൂടെ കുക്കീസ് ഗോത്ര വിഭാഗക്കാർ ആണ്. കുക്കീസ് ഗോത്ര വിഭാഗക്കാർ മണിപ്പൂര. തോടവർഗക്കാർ എവിടെയാണ്? തോടവർഗക്കാർ നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ് കേട്ടോ. 1986 ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് വരുന്നത് നീലഗിരി. 86 ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഗ്യാൻഫാരതിയാണ്. ഗുജറാത്തിലാണ് ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഗ്യാൻഫാരതിയാണ് അല്ലെ. ഗുജറാത്തിലൂടെ റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചിട്ടുണ്ട്. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദി ലൂണിയാണ്. ലൂണി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയും ലൂണിയാണ്. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയും ലൂണിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാ? ജോഗ് വെള്ളച്ചാട്ടം. ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാ? ജോഗ് വെള്ളച്ചാട്ടം. ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം എന്നാണ് കറക്റ്റ് പറയേണ്ടത്. ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം വരാഹി നദിയിലാണ്. വരാഹി നദി. ഏറ്റവും വീതി കൂടിയ വെള്ളച്ചാട്ടം ചിത്രകോട്ട് വെള്ളച്ചാട്ടമാണ്. ഇന്ദിരാവതി നദി ഛത്തീസ്ഗഡില്. അപ്പം ഏറ്റവും വീതി കൂടിയ വെള്ളച്ചാട്ടം ചിത്രകോട്ട് വെള്ളച്ചാട്ടം എവിടെയാണ്? ഛത്തീസ്ഗഡില് അത് ഇന്ദിരാവതി നദിയിലാണ്. ഛത്തീസ്ഗഡിലെ സിംഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്നറിയാമോ? സിംഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നമ്മുടെ മഹാനദിയാണ്. മഹാനദിയുടെ 2 പോഷക നദികളല്ലേ ഇബ് ടെല്ല് എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ്. ഈ മഹാനദി അല്ലെ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് അല്ലെ. നർമ്മദയും താപ്തിയും പതിക്കുന്നത് എവിടെ? നർമ്മദയും താപ്തിയും പതിക്കുന്നത് അറബിക്കടലിൽ അല്ലെ. കക്രപ്പാറ പദ്ധതി താപ്തി നദിയിലാണ്. കക്രപ്പാറ പദ്ധതി, ഉഖായി പദ്ധതിയൊക്കെ താപ്തി നദിയിലാണ്. സർദാർ സരോവർ പദ്ധതി, ഓങ്കാരേശ്വർ പദ്ധതിയൊക്കെ നർമ്മദാ നദിയാണ്. വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന നദിയും നർമ്മദാ നദിയാണ്. വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ നർമ്മദാ നദി. ഒത്തിരി പറഞ്ഞു പോയാൽ ഇനി നിങ്ങളുടെ സമയം കൊണ്ട് കളയേണ്ട. റിവിഷനുമായിട്ട് ഉടൻ തന്നെ ഞാൻ വീണ്ടും വരാം. കുറെ നല്ല കാര്യങ്ങളുമായിട്ട്, കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ഇനി പറ്റുന്ന ദിവസമെല്ലാം റിവിഷനുമായിട്ട്. പോലീസുകാർ അടുത്ത മാസമല്ലേ പരീക്ഷ, അവർക്ക് വേണ്ടി കുറച്ച് റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. കുറെ നല്ല കാര്യങ്ങൾ ഇരുന്ന് പഠിക്കുക. സ്വസ്ഥമായിട്ട് നിങ്ങൾ പഠിച്ച് ടോപ്പിക് അനുസരിച്ച് കവർ ചെയ്ത് വീണ്ടും വായിച്ച് റിവിഷൻ സെറ്റാക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കണേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് അതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ വായിക്കുമ്പോൾ കുറേ അധികം ചോദ്യം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. നല്ലോണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണേ. ഓക്കെ. ഒത്തിരി സന്തോഷത്തോടെ പഠിക്കുമെന്ന വിശ്വാസത്തോടെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.